ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ശരിക്കും ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് അനുമോളും നമ്മുടെ ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിൽ കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ എണ്ണ ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ ജിസേലിനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ജിസേലിനെ ഒന്ന് തലോടി വിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി അനുമോൾക്കെതിരെ ഇനി തൊട്ട് ജിസേല് സ്ട്രോങ് ആയിട്ട് കളിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ജിസേല് ഇപ്പം നിൽക്കുന്നത് ഒരു നല്ല കുട്ടി എന്ന് പറയുന്ന ഒരു ഇമേജിലാണ്. അത് റിയൽ ആണോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം. എന്തായാലും ജിസേല് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇനി കളിക്കും. അനുമോളെ ടാർഗറ്റ് ചെയ്ത് മറ്റുള്ളവർ കളിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അനുമോള് പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ ഇട്ടൊക്കെ കാണിച്ചു കൊടുത്തത്. ജിസേലിനെ ഭയങ്കരമായിട്ട് എവിടെയും കുറ്റപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ജിസേൽ ഇത്രയും വലിയ നിയമലംഘനങ്ങൾ നടത്തിയിട്ടും അതിന് ആ ഗൗരവത്തിലുള്ള ഒരു മറുപടി കൊടുത്തില്ല. അതിൽ പേഴ്സണലി നിരാശനാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാർണിംഗ് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. കാരണം ബിഗ് ബോസ് വരെ ഷോ നിർത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കോലാഹലം ഉണ്ടായതാണ്. ആ സ്ഥിതിക്ക് ആ ഒരു ഗൗരവം ആ വിഷയത്തിൽ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിക്കാമായിരുന്നു. അത്രയും വരെയൊക്കെ നിർത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ സീനൊക്കെ ആക്കിയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഗൗരവം എന്ന നിലയ്ക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ പിടിച്ചിട്ടെങ്കിലും ഒരു വാർണിങ്ങോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല ഡയലോഗോ എങ്കിലും ഒന്ന് അടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് മാത്രമേ ഉള്ളൂ. ബാക്കി ബിഗ് ബോസിന്റെ ഗെയിം കൊള്ളാം. അതായത് അനുമോൾ ജിസേൽ ടോപ്പിക്കും അതിനെ ചുറ്റിപ്പറ്റി ഈ ബാക്കിയുള്ള മെയിൽ കണ്ടസ്റ്റൻസിന് കൊടുത്ത ഹിന്റ്, അനുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ഹിന്റ്, ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ അതൊരു നല്ല സ്ട്രാറ്റജിയാണ് ബിഗ് ബോസിന്റെ കാഴ്ചപ്പാടിൽ. കാരണം ജെന്യുവിൻ കോണ്ടന്റ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ വൈകുന്നേരം ഇട്ടൊരു വീഡിയോ പറഞ്ഞു, ബിഗ് ബോസ് ചിലപ്പോൾ ആ ഒരു കേസ് ഇഗ്നോർ ചെയ്തിട്ട് അതിനെ കത്തിച്ചു വിടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ബിഗ് ബോസിന് കിട്ടിയ ഒരു ജെന്യുവിൻ ടോപ്പിക്കാണ്. മറ്റുള്ള പലരും അവിടെ നാടകം കളിക്കുകയാണ്. എന്നാൽ ഈ ജിസേൽ അനുമോൾ ഇഷ്യൂ അവിടെ വെച്ച് നാച്ചുറലായി രൂപപ്പെട്ടതും സിൻസിയർ ആയിട്ടും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ ശത്രുത അത് റിയൽ ആണ്. അത് ഗെയിമിന് വേണ്ടിയുള്ള ഫേക്ക് ശത്രുതയല്ല. അപ്പം അതിനെ ബിഗ് ബോസ് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാരണം കൊണ്ട് ജിസേൽ രക്ഷപ്പെട്ടു പോയി. ഇല്ലായിരുന്നുവെങ്കിൽ ജിസേലിന്റെ ആ ഒരു വിഷയം സീരിയസ് ആയിട്ട് ബിഗ് ബോസ് എടുക്കുമായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് ജിസേൽ വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു ഇമേജ് ആണ് ജിസേലിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും എപ്പിസോഡിന്റെ ഷൂട്ട് കഴിയുമ്പോൾ അടി പൊട്ടിയിട്ടുണ്ടാവും ബിഗ് ബോസ് വീട്ടിൽ. ഈ മൊണ്ണ പ്രയോഗവും അതുപോലെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ജിസേലിന്റെ മുഖം മാറുന്ന ലൈവും എപ്പിസോഡും കണ്ടവർക്ക് മനസ്സിലാവും. എപ്പിസോഡിനകത്ത് കാണുന്നുണ്ട്, മുഖം ആ സ്പോട്ടിൽ മാറുന്നുണ്ട്. അനുവിനെ കടിച്ച് കീറണമെന്ന് തോന്നുന്നുണ്ട് ജിസേലിന് ആ സമയത്ത്. അപ്പൊ അതെന്തായാലും ജിസേൽ ചോദിക്കും. അതിന്റെ പേരിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം.